നാം കൊട്ടാരത്തിൽ ഇത്ര വേഗത്തിൽ ഉലാത്തുന്നതിന്റെ രഹസ്യം തനിക്കറിയാമോ? ഇല്ല മഹാരാജൻ. എടോ, ഒരു മഹാരാജാവ് പ്രജാക്ഷേമ തൽപരൻ എപ്പോഴും തിരക്കായിരിക്കും. ഇരിക്കാൻ തീരെ നേരമില്ല. എവിടെ നേരം? അങ്ങിരിക്കേണ്ട, നടന്നുകൊണ്ട് കാര്യം പറയാം. അതാണതിന്റെ വഴീന്ന് പറയണത്. നടക്കണോ ഇരിക്കണോ എന്നൊക്കെ നോം തീരുമാനിച്ചു. എന്താ തന്റെ പ്രശ്നം? എടോ, കാനന രാജാവിനെയാണോ ഇരിക്കാൻ പഠിപ്പിക്കുന്നത്? താൻ വന്ന കാര്യം പറ. കരടി പോലീസ് അന്വേഷിക്കുന്ന അട്ടിമറി കേസാണ് വിഷയം. ആ കടുവയും വെട്ടൻ പോത്തും അങ്ങേ വധിച്ച് രാജ്യം പിടിച്ചെടുക്കാനാ പുറപ്പെട്ടത്. നമ്മെ വധിക്കാൻ? അവനാ കേമൻ. എടാ, അവനെ തപ്പി നീയൊക്കെ ഈ ഖജനാവിലെ എത്ര പണം മുടിപ്പിച്ചു? ദരിദ്രവാസികൾ പുതിയ അടവും കൊണ്ടുവന്നിരിക്കുക. ഇനി എത്ര പണം മുടക്കണം അവരെ തപ്പി അകത്താക്കാൻ? എന്റെ മൂക്കിന് തിളക്കം കിട്ടുന്ന ഒരു ലേപനമുണ്ട്, ഉണ്ടാപ്പു തൈലം. അത് വാങ്ങിച്ചോണ്ട് വേണം താൻ ഇനി വരാൻ. യു അണ്ടർസ്റ്റാൻഡ്? എങ്ങനെയുണ്ട്? അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു സ്മാർട്ടായ രാജാവല്ലേ ഞാൻ? പ്രഭോ, അങ്ങ് സുന്ദരനാണ്. പക്ഷേ എന്റെ സ്വഭാവം അത്ര സുന്ദരമല്ല. എടാ ചെകുത്താനെ, ആ കടുവയും കാട്ടുപോത്തിനെയും പിന്നെ ആ തരികിട കരിമ്പുലിയെ ഇന്നിവിടെ കിട്ടിയിരിക്കണം. ഓർഡർ. ഇവിടെ വേണം മണ്ടന്മാരെ. നോക്ക്, ആ കാട്ടിലെവിടെയോ അവരുണ്ട്. നോക്കടാ. ഇന്നലെ കൂടി അവരെന്നെ ചീത്ത വിളിച്ചു. അവിടുന്ന് ആ മരത്തിനിടയിൽ എവിടെയോ അവർ ഒളിച്ചിരിപ്പുണ്ട്. അതും ഞാൻ തന്നെ പറഞ്ഞു തരണോ ബുദ്ധൂസുകളെ? വരൻ, ആ കാട് മുഴുവൻ അരിച്ചു പെറുക്കണം. സാർ, ആ കടുവ ഭയങ്കര അഭ്യാസിയാണ്. കാട്ടുപോത്ത് കരുത്തനാണ്. നമ്മൾ മുൻകരുതൽ വല്ലതും? എടോ, നമ്മൾ ട്രെയിനിങ് കിട്ടിയ കരടികളാണ്. ഇതാണ് മുൻകരുതൽ. വെരി ഗുഡ് പോലീസ് കരടികൾ. നിങ്ങൾ വലിയ സ്പോർട്സുകാരാണ്. എന്നെ ഒന്ന് അഭിനന്ദിക്കണം. ഈ കാട്ടിൽ ഈ മിസ്റ്റർ കൗകൗ ഒരു സ്പോർട്സ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. ശരി, തന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. വേഗം ഞങ്ങളോടൊപ്പം വരൂ. തുരപ്പൻ കടുവയെയും വെട്ടൻ പോത്തിനെയും തരികിട കരിമ്പുലിയെയും ഇന്ന് അറസ്റ്റ് ചെയ്യും. മിക്കവാറും ഒരു ഉഗ്രം ഫൈറ്റിംഗ് വേണ്ടിവരും. ബോക്സിംഗോ? ഓ മൈ ഗോഡ്, ഞാനിപ്പോഴാ ഓർത്തത്. ബോക്സിങ്ങിന് എനിക്ക് ഇന്നൊരു ക്ലാസ് ഉണ്ട്. ഓ, തടി തപ്പിയേക്കാം. ആ വെട്ടൻ പോത്തിന്റെ കുത്തും